നമ്മൾ ഓ മൈ ഡാർലിംഗ് എന്നൊരു പടം ചെയ്തു. ഓ മൈ ഡാർലിംഗ് ചെയ്തു. സ്വർഗം ചെയ്തു. പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമൽ സാറിന്റെ പടം ചെയ്തു. വിവേകാനന്ദൻ വൈറലാണ്. അപ്പം എൻ്റെ പിന്നെ വൈഫായിട്ട്, എൻ്റെ കാമുകിയായിട്ട്, ഇപ്പം എൻ്റെ കൂട്ടുകാരിയായിട്ടൊക്കെ മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല നമുക്ക് ഭയങ്കര കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം മഞ്ജു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ മഞ്ജു നല്ല പ്രൊഫഷണലാണ്. എനിക്കൊന്നും അത്രയും പ്രൊഫഷണലൊന്നും ആകാൻ പറ്റിയിട്ടില്ല. അതായത് മഞ്ജു കറക്റ്റായിട്ട് ഇപ്പം പിന്നെ ചാനലിൻ്റെ പരിപാടി ഉണ്ട്, 5 ദിവസം 4 ദിവസം ചാനലിൻ്റെ പരിപാടി കൊടുത്തേക്കുന്നു. അത് കഴിഞ്ഞാൽ നേരെ മറ്റേയാൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം മറ്റേയാൾക്ക് ഡേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം 2 മണിക്കൂർ പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ അതിന് പോകുന്നു. പിന്നെ തിരിച്ച് മനോരമയിലേക്ക് ഇതിനെ ചാനലിൻ്റെ പ്രൊമോഷൻ വരുന്നു. ഇതിനിടയ്ക്ക് ക്യാഷ് വരുന്നു, അത് കറക്റ്റ് ബാങ്കിലാക്കുന്നു, മോക്കുള്ളത് അങ്ങോട്ട് അയക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭയങ്കര എന്നാ പറയണ്ട, ഒരു കളക്ടറേറ്റാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പം നമ്മളിങ്ങനെ ആദരവോടെ നോക്കി നിൽക്കും. ചേട്ടൻ ചോദിക്കേ, രാവിലെയൊക്കെ ഓരോന്ന് പറയാനായിട്ട് എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ ചേട്ടൻ ചോദിക്കും, ഇന്ന് ഗവൺമെന്റ് ജോലിക്ക് പോയില്ലെന്ന് ചോദിക്കും. മനോരമയിലെ എല്ലാം, അതായത് ഇനി സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും മഞ്ജുവിന് ഒരു റെഗുലർ ഇൻകം മനോരമയിൽ കിട്ടും. അല്ലെ, ഒരു ചെറിയ മെമ്പർ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അതായത് ആ ചെയർ കൊണ്ട് വീട്ടിൽ പോകുന്നവർ, അതായത് ഇതാരെങ്കിലും ഇവിടെ വന്നിരുന്നാലോ എന്ന് ഓർത്തിട്ട്. സത്യം, എന്നെ വിളിക്കുന്ന രാജാ ശിവകാമി ദേവി എന്നാ. അല്ല, ചേട്ടൻ പറയുന്നത്, ചേട്ടൻ കളിയാക്കുന്ന, പക്ഷെ ചേട്ടൻ പറയുന്നത് എന്താ വെച്ചാല്, മനോരമ വിളിച്ച് മഞ്ജുവിനെ തരാവോ, മനോരമ എഴുതി തരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു, വീക്ക് എന്ന് പറഞ്ഞ മാഗസീനും കൂടെ എഴുതി തരണം എന്ന്. അതിന്റെ ഒരു കൺഫ്യൂഷനിൽ മനോരമ നിൽക്കുകയാണ്. അത് ഓക്കെ ആണെങ്കിൽ മനോരമ കൊടുക്കുകയാണെങ്കിൽ മഞ്ജുവിനെ അവര് കൊടുത്തോളാം. നമുക്ക് യു കെയിലുണ്ട്. ഇപ്പം ഇതിനകത്ത് ഞാൻ പറയില്ല, അപ്പനെയും മോനെയും മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള, എനിക്ക് എൻ്റെ അപ്പൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. എൻ്റെ ഞാൻ അവർ രണ്ടുപേരായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട്. ഏറ്റവും വലിയ വെച്ചാൽ ഞാൻ 3 ജനറേഷനായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. വല്യപ്പൻ, അപ്പൻ, മകൻ, അങ്ങനെ. എൻ്റെ അപ്പനെയും എന്നെയും കൂട്ടുകാരായിട്ടുള്ള ഒരാണ്ടായിരുന്നു. അതായത് അപ്പൻ്റെ പ്രായത്തിന് ഒരു 15 വയസ്സ് ഇളയതും എൻ്റെ പ്രായത്തിന് ഒരു 15 വയസ്സ് മൂത്തതുമായിട്ടുള്ള ആളുകളെന്ന് പറയുന്നവർ. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. എന്ന് പറയുന്ന പോലെ ഇതിനകത്തും ആ ഒരു അടുപ്പമുണ്ട്. ഇപ്പോൾ എൻ്റെ മോനോട് മഞ്ജു സംസാരിക്കുന്നത് മഞ്ജുവിൻ്റെ മോനോട് സംസാരിക്കുന്ന പോലെ, ഏത് നമ്മുടെ രഞ്ജിത്തിൻ്റെ കഥാപാത്രം, അങ്ങനത്തെ ഒരു റിലേഷനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എവിടെയൊക്കെയോ നമുക്ക് ചുറ്റുപാടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ, പിന്നെ സാധാരണ മനുഷ്യർ, അവരുടെ ചില വ്യവഹാരങ്ങൾ, കൃഷി, പിന്നെ ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്ക്, അവർ കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങൾ, സ്നേഹത്തെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക. അപ്പനും മോനും മത്സരിക്കുന്നത് സ്നേഹിച്ച, നിനക്കാണോ സ്നേഹം, എനിക്കാണോ സ്നേഹം, നിന്നെ സ്നേഹിച്ച് തോൽപ്പിക്കും. ശരി, നിൻ്റെ സ്നേഹത്തിന് മുന്നേ ഞാൻ തോറ്റു, അല്ലെ അപ്പൻ്റെ സ്നേഹത്തിന് മുന്നേ ഞാൻ തോറ്റു തരാം എന്നൊക്കെ പറയുന്ന വലിയൊരു കൊടുക്കൽ വാങ്ങൽ ഈ സിനിമയാണ്. അതിൽ അപ്പോൾ പെട്ടെന്ന് സൗഹൃദങ്ങളും ഇല്ല ഉണ്ട്. പിന്നെ അത് ഇന്ദ്രണ്ണൻ ചെയ്ത അച്ഛൻ്റെ വേഷം. ഇന്ദ്രണ്ണൻ ആദ്യമായിട്ടാണ് വൈദികനായിട്ട് അഭിനയിക്കുന്നത്. ഇത്രയും പടം ചെയ്ത ഇന്ദ്രൻസ് ആദ്യമായിട്ടാണ് വൈദികനായിട്ട്. ഇല്ല. അതും എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ പിന്നെ സ്ഫടികത്തിലെ കരമനച്ചേട്ടൻ ചെയ്ത പോലെ വേറെ ലെവൽ അങ്ങനത്തെ അച്ഛന്മാരുണ്ട്. നമുക്ക് തോന്നും ശരി, ഇങ്ങനത്തെ അച്ഛന്മാരുണ്ട്. ഏതാ ചില ഒരു ഇടി കൊടുക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു രസമുള്ള അച്ഛന്മാരില്ല. അങ്ങനെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് രഞ്ജിത്ത്, ഞാൻ പറഞ്ഞു രഞ്ജിത്തിൻ്റെ കാര്യം, രഞ്ജിത്ത് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സെറ്റിലും ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ. അതുപോലെ അത് മഞ്ജു ഒരു കൂട്ടുകാരൻ്റെ മോനെ എങ്ങനെയാണോ കയറിയെന്ന് ആ രീതി തന്നെയാണ് സിനിമയിലെ പോലെ തന്നെയായിരുന്നു ഇതിനകത്ത് സെറ്റിലെ റിലേഷനിലും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.